ഹലോ, ധന്യസ് കിച്ചൻ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾക്കിന്ന് ഇവിടെ വളരെ എളുപ്പത്തിൽ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു വെജ് റോളാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ആദ്യം തന്നെ മുട്ട ഞാൻ പുഴുങ്ങിയെടുക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിവിടെ 5 മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആദ്യം ഇതിനെ ഒന്ന് വേവിച്ച് വയ്ക്കാം. ബാക്കിയുള്ളതൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും മുട്ടയൊക്കെ പുഴുങ്ങിയ മുട്ട ചൂടാറിക്കോളും. അപ്പോൾ ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, അത്യാവശ്യം വലിയതാണ്. അതുപോലെ ഒരു പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് കേബേജാണ്. കേബേജ് ചെറിയൊരു കഷ്ണം 1/4 കിലോൻ്റെ പകുതിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി സവാള, പിന്നെ കുക്കുംബർ. ഇനി ഇതിലേക്ക് വേണ്ട ഡോ തയ്യാറാക്കാം. ഞാനിവിടെ 1 കപ്പോളം മൈദയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഞാനിവിടെ സാധാരണ ചപ്പാത്തിപ്പൊടി ഉണ്ടല്ലോ, അപ്പോൾ മൈദ മാത്രം ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടി നല്ലതായിരിക്കും ചപ്പാത്തി പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഞാനൊരു 1.5 കപ്പോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് സാധാരണ നമ്മൾ ചപ്പാത്തിയൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ ഇതിനെ കുഴച്ചെടുക്കാം. ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒരു കൈയിട്ടാൽ പൊള്ളാത്ത രീതിയിലുള്ള ചെറിയൊരു ചൂടിലുള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് പകരം നമുക്ക് പാൽ ഒഴിച്ചാലും മതി കുഴച്ചെടുക്കാൻ വേണ്ടി. നന്നായിട്ട് ഇതിനെ ചപ്പാത്തി പരുവത്തിൽ കുറച്ച് എണ്ണയൊക്കെ കയ്യിലാക്കി ഇതുപോലെ ഡോ ഉണ്ടാക്കാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് നേരത്തെ എടുത്തു വെച്ച ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 1/2 സ്പൂണോളം കുരുമുളക്, ഇനി പുഴുങ്ങിയ മുട്ട നന്നായിട്ട് ചൂടാറിയതിന് ശേഷം നമ്മൾക്ക് ഇതിന് വേണ്ട മയോണൈസ് ഉണ്ടാക്കണം കേട്ടോ. മയോണൈസ് വളരെ ഈസി ആയിട്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുട്ടയൊക്കെ 2ആക്കി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 സ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് പൊടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഞാനിവിടെ രുചിക്കായിട്ട് വിനാഗിരി ചേർത്ത് കൊടുക്കണം കേട്ടോ. 1/2 ടേബിൾ സ്പൂണിൻ്റെ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഞാനൊരു 2 തവണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം 1 ടേബിൾ സ്പൂൺ ആണെങ്കിലും കുഴപ്പമില്ല. ഇനി 1 ടേബിൾ സ്പൂണിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അതിൽ ഞാനൊരു 3 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഈ മുട്ടയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമ്മൾക്ക് ഇതിനെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുത്ത് വരാം കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും, കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. വെജിറ്റബിളൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളൊക്കെ കഴിച്ചോളൂ കേട്ടോ. അപ്പോൾ ഇതിനെ ഇങ്ങനെ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ അടിച്ചെടുത്ത് വരുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഇരിക്കുക. കുരുമുളക് ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ഇത് മാറ്റാം, പച്ചമുളക് ചേർത്ത് കൊടുത്താലും മതി. നമ്മൾ വെജിറ്റബിൾ അരിയുന്നതിൻ്റെ കൂടെ നല്ല അടിപൊളിയായിട്ടുള്ള മയോണൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി. നമുക്ക് വളരെ രുചികരമായിട്ട് എളുപ്പത്തിൽ നമ്മൾ മയോണൈസ് നല്ല പുഴുങ്ങിയ മുട്ട കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ. നല്ലൊരു ടിപ്പാണ്. വെജ് റോളും അതുപോലെ തന്നെ ചിക്കൻ റോളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടോ ഈ ഒരു മയോണൈസ്. ഇനി നമ്മൾക്ക് ചപ്പാത്തി പോലെ നമുക്കിതിനെ പരത്തിയെടുക്കാം. നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ഡോ ആണ് കേട്ടോ. ഇത് സെയിം ചപ്പാത്തി പോലെ തന്നെയാണ്, കുറച്ചും കൂടെ സോഫ്റ്റ് ആയിട്ടിരിക്കും. നമ്മളിത് ആട്ടയും മൈദ എല്ലാം കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെയാണ് കേട്ടോ, ഒരു വ്യത്യാസമില്ല. കുറച്ച് ഒന്ന് തിന്നായിട്ട് പരത്തിയെടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ, ഒത്തിരി കട്ടിയാവരുത്. അപ്പോൾ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി, ഇങ്ങനെ പരത്തിയെടുത്താൽ മതി കേട്ടോ. പെട്ടെന്നായി കിട്ടും. ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുമ്പോൾ അതുപോലെ ഇതുപോലെ വെജ് റോളൊക്കെ ഉണ്ടാക്കുമ്പോൾ അധികം പൊടിയൊന്നും ചേർക്കാതെ ഈ ഒരു രീതിയിൽ പരത്തിയെടുത്താൽ മതി. അപ്പോൾ ഇത് ഓരോന്നോരോന്നായിട്ട് ഇതുപോലെ പരത്തിയെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ അധികം പൊടിയൊന്നും ചേർക്കാതെയാണ് ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത്. ഞാനിത് മൾട്ടിഗ്രെയിൻ ആട്ടപ്പൊടി കൊണ്ടാണ്. ഞാനിതിൻ്റെ വീഡിയോ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നല്ല ചൂടായി കിടക്കുന്ന തവയിലേക്ക് ഇട്ട് കൊടുത്ത് തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് കേട്ടോ. അപ്പം മൈദപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടിരിക്കും, കുറച്ചൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയും വേണം. അപ്പോൾ ഇത് ഓഫീസിൽ കൊണ്ടുപോവുകയാണെങ്കിലും അല്ലെങ്കിൽ കുട്ടികൾക്ക് ടിഫിനാക്കി കൊടുക്കാനും വൈകുന്നേരം കുട്ടികൾക്ക് കൊടുക്കാനാണെങ്കിലും പച്ചക്കറിയൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. ഒട്ടും മടിയില്ലാതെ കഴിച്ചോളൂ കേട്ടോ ഇതുപോലൊരു വെജ് റോള്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് വെജിറ്റബിളൊക്കെ കട്ട് ചെയ്തെടുക്കാം. അതിന് മുന്നേ തന്നെ റോ വെജിറ്റബിൾ കഴിക്കരുതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഈസി വഴിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാനിത് നല്ല തിളച്ച വെള്ളം ഈ പച്ചക്കറി കഴുകി വെച്ച പച്ചക്കറിയുടെ മേലിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ വലിയ പേടിയൊന്നും ഇല്ലാതെ നമുക്ക് റോ വെജിറ്റബിൾ കഴിക്കാം കേട്ടോ.
ഞാൻ മിക്കവാറും കുട്ടികൾക്കൊക്കെ ഇതുപോലെ ടിഫിനാക്കി കൊടുക്കുന്ന സമയം ഇതുപോലെ വെജ് റോളൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇങ്ങനെയാണ് ഞാൻ നല്ല തിളച്ച വെള്ളം ഈ വെജിറ്റബിളിൻ്റെ മേലിൽ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അതുകൊണ്ട് കളറൊന്നും ചേഞ്ച് ആവില്ല കേട്ടോ. മല്ലിയിലയുടെ ഒന്നും കളറൊന്നും ഒട്ടും തന്നെ മാറില്ല. ഞാനിത് മുഴുവനായിട്ട് ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ. നമുക്ക് 4 പേർക്ക് കഴിക്കാനുള്ളൊരു ക്വാണ്ടിറ്റിയാണ് ഇത് കേട്ടോ. അപ്പോൾ ഒരാൾ ഒരു 3 എണ്ണമെങ്കിലുമൊക്കെ കഴിക്കും മാക്സിമം. അപ്പോൾ ഇനി ഈ ഒരു പച്ചക്കറിയിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മയോണൈസ് ഇല്ലേ, നല്ല പുഴുങ്ങിയ മുട്ട വെച്ച് നല്ല രുചികരമായിട്ട് ഉണ്ടാക്കിയെടുത്ത മയോണൈസ് ഇതിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൽ വെജിറ്റബിളിന് മാത്രമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. വെജിറ്റബിളിനുള്ള ഉപ്പ് ഇതൊരു 1/4 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. കണ്ടോ, 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതിന് മിക്സ് ചെയ്തെടുക്കണം. നല്ല മണമാണ് കേട്ടോ. നമ്മൾ ഇതുപോലെ മയോണൈസ് ഉണ്ടാക്കി വെജിറ്റബിൾ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ ശരിക്കും നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്ന ഒരു വെജ് റോളിൻ്റെ ഒരു മണമൊക്കെയാണ് ഇതിനുണ്ടാവുക. അപ്പോൾ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയെടുത്താൽ മതി. കണ്ടോ, ഇനി നമ്മളിതിൽ ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇതാണ് വെജ് റോളിൻ്റെ ഉള്ളിൽ നമ്മൾ വെച്ച് കൊടുക്കുന്ന മസാല. ഇത് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ഉണ്ടാക്കി കഴിക്കുന്നതൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. ഇനി ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ചപ്പാത്തി ഉണ്ടല്ലോ, ഇത് ഓരോന്നോരോന്നായി എടുത്ത് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യണം. ബാക്കിയുള്ള ജോലിയൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതിന് പകരം പല രീതിയിലും നമ്മൾക്ക് മയോണൈസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പല രീതിയിലും ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഞാൻ ചെയ്യാം കേട്ടോ. അപ്പോൾ വളരെ ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ ഇപ്പോൾ നല്ല ഇഷ്ടമുള്ളൊരു സാധനമാണ് മയോണൈസ്. അപ്പോൾ ഇതിനുള്ളിൽ ഇതുപോലെ ഫില്ല് ചെയ്ത് വെച്ച് ഇതുപോലെ ചുരുട്ടിയെടുക്കണം. പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ളത് ഈ ഒരു വഴിയാണ് കേട്ടോ. അപ്പോൾ അതാ നല്ല ഭംഗിയാണ് കാണാൻ. ഇത് മുറിച്ച് വേണമെങ്കിൽ നമുക്ക് കുട്ടികളുടെ ടിഫിനിലൊക്കെ ആക്കി കൊടുക്കാം. ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെ ഉണ്ടാക്കിയെടുത്ത മയോണൈസ് വെച്ച് നമ്മളൊരു അടിപൊളി വെജ് റോൾ ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട്. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കളറിനൊന്നും വേണ്ട, രുചിക്കായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒന്നും തന്നെ നമ്മളിതിൽ ചേർത്തിട്ടില്ല. എല്ലാം അത്യാവശ്യം വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെയാണ്. ഇത്ര വെജിറ്റബിൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സവാള മാത്രമായിട്ടും നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ ചുരുട്ടിയെടുക്കണം കേട്ടോ. ഒരു സൈഡ് ഇങ്ങനെ കാണുന്ന രീതിയിൽ വേണം നമ്മളിതിനെ ചുരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ മുഴുവനായിട്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള വെജ് റോള് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പീസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.